ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായി കുക്കിംഗ് അറ്റ് മൈ ഫ്ലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് കുറേയധികം വൈൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മുന്തിരി വൈൻ, അതുപോലെ പൈനാപ്പിൾ വൈൻ, അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുറേയധികം വൈൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറേ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമാരൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആപ്പിൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ശേഷം അതിൻ്റെ പുറമെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ആപ്പിളാണ്. ഇനി ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളയണം. തൊലി കളയേണ്ട ആവശ്യമില്ല. തൊലിയോടെ തന്നെയാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത്. ആപ്പിൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആദ്യം 1/4 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇളക്കുന്ന സമയത്ത് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മധുരമെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വൈനിന് എപ്പോഴും മധുരം കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് നാൾ ഇരുന്നാലും കേടാകില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പാൻ സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. വൈൻ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി മരത്തവിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തവിയോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വൈൻ ഇളക്കാൻ ഉപയോഗിക്കാൻ ഒരു സ്പൂൺ തന്നെ ഉപയോഗിക്കാം. നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കുന്ന സ്പൂൺ അതിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കറിയൊക്കെ ഇളക്കുന്ന സ്പൂണൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വൈനിന് വരും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പ്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സ്പൈസസ് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ പൊടിഞ്ഞൊന്നും പോകണ്ട, പതുക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി പാൻ സ്റ്റവിൽ വെച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ ആപ്പിളിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ആപ്പിളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ ആപ്പിൾ ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ആപ്പിളിലുള്ള വെള്ളത്തിൻ്റെ ചൂടെല്ലാം ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നേരിയ ചൂടുള്ള പാകമാണിപ്പോൾ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈസ്റ്റ് കൂടിപ്പോകരുത്. ഈസ്റ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വൈൻ ചിലപ്പോൾ കയ്പ്പ് വരും. അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഈസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടുതൽ ചൂടുള്ള സമയത്ത് ഈസ്റ്റ് ഉപയോഗിക്കരുത്. നേരിയൊരു ചൂടുള്ള സമയത്ത് മാത്രമേ ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈസ്റ്റ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഭരണിയിലേക്ക് ഒഴിച്ചു വെക്കാം. വൈൻ എപ്പോഴും കെട്ടി വെക്കേണ്ടത് സെറാമിക് ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഗ്ലാസ് ഭരണിയിലോ വേണം. പ്ലാസ്റ്റിക് പാത്രമൊന്നും വൈൻ കെട്ടിവെക്കാൻ ഉപയോഗിക്കരുത്. വൈനിടാൻ ഉപയോഗിക്കുന്ന ഭരണിയും ഗ്ലാസ് ജാറും എല്ലാം നല്ല കഴുകി ഉണക്കിയതായിരിക്കണം. അതിൽ അഴുക്കോ വെള്ളമോ ഒന്നും പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് വൈൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഗ്ലാസ് ഭരണിയെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി അതിന് ശേഷം ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തതാണ്. ഇനി ഇത് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭരണിയിൽ ഒഴിച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭരണി നിറച്ചൊഴിക്കരുത്. ഭരണിയുടെ ഒരു 1/4 ഭാഗം ഒഴിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പതുക്കെ പൊന്തി വരും. അപ്പോൾ നിറച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഭരണിയുടെ ഒരു 1/4 ഭാഗം ഒഴിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഭരണിയുടെ ഒരു 1/4 ഭാഗം ഞാൻ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഭരണിയിലും കൂടി ഒഴിച്ചു വെക്കുകയാണ്. ഇപ്പോൾ 2 ഭരണിയിലും ഞാനിതുപോലെ 1/4 ഭാഗം വെച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. വലിയ ഭരണിയോ ഗ്ലാസ് ജാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ഭരണിയിൽ ഒഴിച്ചു വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ വലുതില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ കയ്യിലൊരു വലുതുള്ളതിൽ ഞാൻ മുന്തിരി വൈനും ഒരെണ്ണത്തിൽ നെല്ലിക്കരിഷ്ടം കെട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറുതിലിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഭരണി മൂടിക്കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടവലോ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടി വെക്കണം. ഭരണി നല്ലതുപോലെ കെട്ടിയതിന് ശേഷം നമുക്ക് അധികം വെളിച്ചമില്ലാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് എല്ലാ ദിവസവും നമ്മൾ ഒരു നിശ്ചിത സമയത്ത് തുറന്നതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ
വൈൻ്റെ പുറത്ത് പൂപ്പൽ വീഴും, വൈൻ ചിലപ്പോൾ പുളിച്ചോ കഴിച്ചോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഇളക്കി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. നമ്മുടെ ചാനലിൽ കുറേ വൈൻ്റെ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ മാത്രം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് പൂത്തുപോയി, അതുപോലെ കയ്പ്പ് വന്ന, പുളി വന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇളക്കാൻ മറന്നു പോയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് കൂടിപ്പോയത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണം അത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. ഇതുപോലെ നമ്മളൊരു 18 ദിവസം ഇളക്കിയതിന് ശേഷം മൂടിക്കെട്ടി വെക്കണം. ഇപ്പോൾ വൈനിട്ട് വെച്ചിട്ട് 18 ദിവസമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, 19ാമത്തെ ദിവസമായി. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഞാൻ ഇതുപോലൊരു പാത്രത്തിൻ്റെ പുറത്തൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്കാണ് അരിച്ചൊഴിക്കുന്നത്. അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ആപ്പിൾ കഷ്ണങ്ങളൊന്നും നമ്മൾ കൈ കൊണ്ടൊന്നും പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ടൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മട്ട് വരും, വൈൻ വല്ലാതെ കുറുകി കലങ്ങിയതുപോലെ ഇരിക്കും. നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഈ ആപ്പിൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇപ്പോൾ വൈനെല്ലാം കാണുന്ന പോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്ക് തന്നെ ഒഴിച്ചു വെക്കാം. ഞാനിവിടെ ഭരണി തന്നെയാണ് ഒഴിച്ചു വെക്കുന്നത്. മധുരമൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വൈന് കളറൊക്കെ കിട്ടാനാണെങ്കിൽ പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കരിച്ചൊക്കെ ചേർക്കാം. അതല്ല നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഈ വൈൻ ഞാനൊന്ന് മൂടിക്കെട്ടി വീണ്ടും 2 ദിവസം മാറ്റി വെക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വൈൻ നന്നായിട്ട് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം. വൈൻ കുപ്പിയിലാക്കി വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈൻ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ആപ്പിൾ വൈൻ റെഡി ആയി കഴിഞ്ഞാൽ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി ക്രിസ്മസ് റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്